വ്യക്തികളെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടവരാണ്, പക്ഷെ സംഭവങ്ങൾ ചിലതെല്ലാം വിസ്മരിക്കപ്പെടേണ്ടതുമാണ്. സുജനയുടെ മനസ്സിലെ സംഭവം എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം യജ്ഞം. രണ്ടാമത്തെ ബൗളിൽ നിന്നും ഇക്കുറി ഒരു വിഷയം തിരഞ്ഞെടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചു, അല്ലേ? അത് അപ്രൂവലിനായി ജൂറിയെ, നോബൽ ഗൈഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. താടിയിൽ നാട്ടറിവിൻ്റെയും ചിന്തയുടെയും തേനീച്ചക്കൂട് വളർത്തുന്ന ആ നമ്മുടെ ബഹുമാന്യനായ അതിഥി ശ്രീ വി.കെ. ശ്രീരാമൻ, ശ്രീമതി സുജന വിചാരിച്ച ആ സംഭവം താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് സുജന? ഓൾ ദി ബെസ്റ്റ്. ആദ്യം ഒരു പാട്ട് പാടിയാണ് തുടങ്ങിയത് നമ്മൾ. ഇനി നമ്മൾ പാട്ട് അവസാനത്തേക്ക് മാറ്റാം. റെഡി? സുജന വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ്. അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ എന്ന് മാത്രം ഉത്തരങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു. റെഡി? ഒരു നല്ല സംഭവമാണ്. അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റില്ലല്ലേ? ചിലർക്ക് നല്ലതും ചിലർക്ക് മോശവും ഒക്കെ ആണ്. രണ്ട് മുഖങ്ങളുള്ള ഒരു സംഭവമാണോ അത്? അല്ല, അല്ല, രണ്ട് മുഖങ്ങളില്ല. അപ്പോൾ ഒരു നല്ല സംഭവം തന്നെയാണോ എന്നാണ് എന്റെ ചോദ്യം. ഇസ് ഇറ്റ് എ ഗുഡ് ഇൻസിഡന്റ്? ഒരു പോസിറ്റീവ് ഇൻസിഡന്റ് ആണ് സർ? പറ്റില്ല, പറ്റില്ല. അയ്യോ, നോക്കാം. അപ്പോ സുജന പറഞ്ഞത് ലൈഫ് ലൈൻ ആയിപ്പോയി, അത് നല്ലതല്ല എന്നാണ് ശ്രീ വി.കെ. ശ്രീരാമൻ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്ന് നോക്കാം. ഏഷ്യയിൽ നടന്ന ഒരു സംഭവമാണ് അത്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ ആണ്. ഇന്ത്യയിൽ നടന്ന സംഭവമാണോ? അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ? അല്ല, എന്തിനാ ഒരുപാട് അഭിനയിക്കുന്നു? 1950 ശേഷം നടന്ന സംഭവം. ലൈഫ് ലൈൻ സംഭവം 50 ശേഷമാണോ? ആണ്. 1980 ശേഷമാണോ? അല്ല. ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടു. എന്നിട്ടും നല്ല സംഭവം എന്നാ പറഞ്ഞല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സംഭവം. 1960 ശേഷമാണോ സംഭവം നടന്നത്? ചോദിക്കാം. 60 ശേഷമാണ്. ആണ്. സൗത്ത് ഇന്ത്യയിലാണോ സംഭവം നടന്നത്? ദക്ഷിണേന്ത്യയിലാണോ? ആണ്. എന്നിട്ടാണ് ഏഷ്യയിലാണോ ഇന്ത്യയിലാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു 1000 സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേത്രിയുടെ മികവൊക്കെ കാണിച്ചു. ആദ്യത്തെ റൗണ്ടിലെ ആ അഭിനയത്തിന്റെ മികവ് ഞാൻ കണ്ടു. ശരി, കേരളത്തിലാണ് ആ സംഭവം നടന്നത്? അല്ല. അതെ. 1970 ശേഷമാണോ ആ സംഭവം? 70 ശേഷമല്ല. അല്ലേ സർ? 70 ശേഷമല്ല. 70 ശേഷമാണ്. ആണല്ലേ? 70 ശേഷം നടന്ന സംഭവമാണ്, എന്നാൽ 80 മുൻപുമാണ്. ആ സംഭവത്തിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട്. ഒന്നിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടോ ആ സംഭവത്തിൽ? ഇല്ല. ആ സംഭവം നടന്നത് വയനാട് ജില്ലയിൽ വെച്ചാണ്? വയനാട് ജില്ലയിലല്ല. അല്ല. അല്ല സർ, കോഴിക്കോട് ജില്ലയിൽ വെച്ച്. കോഴിക്കോടും അല്ല. അല്ല. വ്യവസ്ഥിതിയോ അധികാരമോ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്തതാണോ ആ സംഭവം?
ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ठीक है ആ വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നോ, വ്യവസ്ഥിതിയായിരുന്നോ, അതിന്റെ ഏതെങ്കിലും വകഭേദങ്ങളായിരുന്നോ എന്നാണ് ചോദ്യം. എസ്റ്റാബ്ലിഷ്മെന്റ് മീൻസ് आप एक ഭരണകൂടത്തിന്റെ പല മുഖങ്ങളുണ്ടല്ലോ. വ്യക്തിയുടെ ക്രുവൽറ്റിയാണ്. അത് ഒരു വ്യക്തിയുടെ ക്രൂവൽറ്റി ആകാം ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് ഭരണകൂട ഭീകരതയായിരുന്നു എന്നാണ്. ഭരണകൂടത്തെ ഇതിലോട്ട് വലിച്ചു വെക്കണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്റ്റേറ്റ് അല്ല. അതായത് ഇപ്പോ വർഗീസ് മരിച്ചതായാലും രാജൻ കൊല്ലപ്പെട്ടതായാലും എല്ലാം ഭരണകൂട ഭീകരതയുടെ താവളങ്ങൾ. ഇതല്ല. കൊല ചെയ്യപ്പെട്ടയാൾ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. മരണം വരിച്ചയാളില്ലേ, അദ്ദേഹം രാഷ്ട്രീയ നേതാവേ അല്ല. അല്ല, അത് പറയൂ അങ്ങനെ. അദ്ദേഹം മരിച്ചയാൾ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗം ധരിച്ചിരുന്ന ആളാണ്, ഒരു ഉദ്യോഗം വഹിച്ചിരുന്ന ആളാണ്. സർവീസിൽ കിട്ടിയിട്ട് പോയിട്ടില്ല. ഇല്ല, ജോലി ഇല്ലായിരുന്നു. മലപ്പുറം ജില്ലയാണോ ഈ സംഭവം നടന്നത്? അല്ല. ഈ സംഭവത്തിൽ ഒരാളുടെ ജീവഹാനിക്ക് കാരണക്കാരനായ ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഓ, ഉവ്വ്. ഉണ്ട്. അദ്ദേഹം MP-യോ MLA-യോ മന്ത്രിയോ ആയിട്ടുണ്ടോ? ഈ കൊന്നു എന്ന് പറയുന്ന ഒന്നും ആയിട്ടില്ല. കൊന്നു എന്ന് പറയുന്ന ഇല്ല. ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞു, പക്ഷെ MP, MLA, മന്ത്രി ഒന്നും ആയിട്ടില്ല. അങ്ങനെ മുഴുവൻ നമ്മളുടെ ഒരു സോക്കോൾഡ് രാഷ്ട്രീയ നേതാവ് എന്ന് പറയാനും പറ്റില്ല. പക്ഷെ പൊളിറ്റിക്കൽ തന്നെയാണ് ആ സംഭവം. പൊളിറ്റിക്കലാ. അദ്ദേഹം ഈ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടു. ഉവ്വ്. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മരിച്ച ആളിന് രാഷ്ട്രീയം പ്രസക്തമല്ല എന്ന് പറഞ്ഞു. കൊന്നയാളുടെ രാഷ്ട്രീയം മാത്രമേ പ്രസക്തമുള്ളൂ, കൊന്നയാളിന് മാത്രമേ രാഷ്ട്രീയം ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഈ സംഭവത്തിനെന്നും പറഞ്ഞു. രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന്. ഇപ്പൊ രാഷ്ട്രീയമില്ല. അല്ല, ഈ സംഭവം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഭവമാണെന്നും പറഞ്ഞു. കൺഗ്രാജുലേഷൻസ് സുജന. സുജന മനസ്സിൽ ഓർത്ത ആ സംഭവത്തിലേക്ക് എത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് ചിന്തിച്ചു നോക്കി, ഒരുപാട് ഓർത്തു നോക്കി. പക്ഷെ എന്താണ് സുജനയുടെ മനസ്സിലിരിപ്പ് എന്ന് കണ്ടെത്താൻ എനിക്ക് കഴിയുന്നു. പറയൂ സുജന, എന്തായിരുന്നു ആ സംഭവം? അത് നാരായണൻ നായർ എന്ന് പറയും, മുണ്ടൂര്, പാലക്കാടുള്ളതേ. ജന്മിത്ത വ്യവസ്ഥയുടെ ദുഷ്ടനായ ഒരാളായിരുന്നു, പ്രതിനിധിയായിരുന്നു. അപ്പോൾ അയാളെ അന്ന് കഴുത്ത് വെട്ടി അയാളുടെ മതിൽ തന്നെ കൊണ്ടുവച്ചു മുണ്ടൂര് രാമുണ്ണി. നക്സലേറ്റ് ആയിരുന്നു അന്ന്. പക്ഷെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഭയങ്കര പാവമായിട്ടുണ്ട്. മുണ്ടൂരുകാർക്ക് അറിയാം. കുന്നിക്കൽ നാരായണൻ ഇൻവോൾവ് അല്ലായിരുന്നു സാർ അതില്? ഇതില് മുണ്ടൂർ രാമുണ്ണിയൊക്കെയാണ്. രാമുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയായിട്ട് അതിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ നല്ല ആളായിട്ട് ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അത് 71-ലൊക്കെയാണ്, 70 ലാസ്റ്റ് 71 ആ ഒരു സമയത്തുണ്ടായത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈ തല അതിന്റെ മുകളില് വലിയ വ്യക്തിയൊക്കെ ചെയ്ത് നാരായണ നായരുടെ കൊലപാതകവും കുമ്മളിലെ കേശവൻ പോറ്റിയുടെ കൊലപാതകവുമാണ് രണ്ടെണ്ണം ഒരേ സമയത്ത് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം ഉണ്ടാക്കിയത്. കോങ്ങാട് എന്നാ പറയുക, കോങ്ങാട് നാരായണൻ നായർ. 1971 മുണ്ടൂരിൽ നടന്ന നക്സൽ ആക്രമണം. മുണ്ടൂർ രാവുണ്ണി എന്ന നക്സൽ പ്രവർത്തകൻ മുണ്ടൂർ നാരായണൻ നായർ എന്ന ഭൂ ഉടമയെ തലവെട്ടി ആ തല നാരായണൻ നായരുടെ മതിലിന് മുകളിലായി കാണപ്പെട്ട സംഭവം നക്സൽ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ ആദ്യകാല കൊലപാതകങ്ങളിലൊന്നായി ഇത് കണക്കാക്കുന്നു. കോങ്ങാടന്റെ മുണ്ടൂർ, അവിടെയാണ് നാരായണൻ നായരുടെ മതില്. ആ മതിലിൽ മനോഹരമായിട്ട് അയാളെ കഴുത്ത് വെട്ടി ഇത് വെച്ചിരിക്കുക. അയാളെ പോലെ ഒരു കൊല്ലണം സാർ. അയാളൊക്കെ അന്യരുടെ ഭാര്യമാരെ ദ്രോഹിച്ചിട്ടുണ്ട് നാരായണൻ നായർ. അപ്പം മുണ്ടൂർ രാമുണ്ണി ചെയ്തത് ശരിയല്ലേ സാർ? സ്ത്രീത്വത്തിന് വില കൽപ്പിച്ചു അന്നത്തെ നക്സലൈറ്റ് ആണെങ്കിൽ കൂടി. ആ ഒരു മാർഗത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഡിബേറ്റിന്റെ ഒരു സംഭവമല്ല. കാരണം നല്ല ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ചർച്ചയാണ്.
എന്തായാലും ആ ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു വിരാമം ഇടാം. മിർ റിയൽട്ടേഴ്സിന്റെ 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഇതിനോടകം സുജന സ്വന്തമാക്കി കഴിഞ്ഞു. സുജനയുടെ സംശയം ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നാണ്. അല്ല എന്നാണ് ശ്രീ വി കെ ശ്രീരാമൻ പറഞ്ഞത്. പക്ഷെ ലക്ഷ്യം ഏതായാലും മാർഗം ശരിയായാൽ പോരെ എന്നാണ് സുജനയുടെ സംശയം. എൻ്റെ സംശയം മറ്റൊന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും മാനവികമായ ലക്ഷ്യം മാതൃത്വമാണ്, അമ്മയാവുക എന്നതാണ്. മാർഗം ഏതും സ്വീകരിച്ചാൽ അത് അമ്മയാകും.